ഹായ്, എല്ലാവർക്കും ഒരു ടൂർ പാരപ്പിച്ചോണ്ടേക്ക് വേണ്ടി സാധിക്കും. വെൽക്കം ടു ജോബ സ്റ്റോറീസ്. അപ്പൊ ഇന്ന് കുറെ നാളത്തിന് ശേഷം ഞങ്ങള് ഒരു ടൂർ പോവാണ്. അതൊരു ഫാമിലി ടൂറാണ്. ഫുൾ ഫാമിലി, സുമിന്റെ അച്ഛന്റെ ഫാമിലിയിലെ എല്ലാവരും ഒരു ടെമ്പോ ട്രാവലറിന്റെ നമ്മള് കോട്ടയത്ത് നിന്ന് മൂന്നാർ കാണാൻ വേണ്ടി പോവാണ്. സ്കൂളിൽ ടൂർ പോകുമ്പോഴേ എവിടെയാ അപ്പൊ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ്. നമ്മള് രാവിലെ ഏറ്റുമാനൂരിന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ മൂന്നാറ് പോകുന്ന വഴിയില് അതായത് മഴക്കാലത്ത് നമ്മൾ വരുമ്പോ മൂന്നാർ പോകുന്ന വഴിയില് ഫുൾ ഓവർഫ്ലോ ആയിട്ട് പോകുന്ന ഒരു വാട്ടർഫോൾ ഉണ്ട്. അതാണ് മഴക്കാലം തൊട്ട് മുമ്പുള്ള ഈ സ്ഥലം. ഇതിൽ കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളമായിട്ട് വരും. വേറെപ്പാ ഈ സ്ഥലത്തിന്റെ പേരെന്താ? വേറെപ്പാ ചീയപ്പാറ വാട്ടർഫാൾ. ചീയപ്പാറ അതന്നെ. നല്ലപോലെയുള്ള ഭയങ്കര ഇവിടെ ഒരുപാട് കുരങ്ങളെ കാണാം. നമുക്ക് പോയിട്ട് മഴക്കാലത്ത് വന്നാൽ ഭയങ്കര അടിപൊളിയാണ് കാണാൻ. നിൽക്കാൻ പറ്റൂല, ഭയങ്കരമായിട്ട് വെള്ളം വരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഉണ്ട് വെള്ളം. അപ്പൊ അത്രേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. 2 ദിവസത്തെയാണ് ടൂറ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കേഷൻ തീരുന്നതിന് മുമ്പ് കുട്ടികളൊക്കെ കൂടി ഇറങ്ങിയാണ്. അപ്പൊ എൻജോയ് ചെയ്തിട്ട് വരാം. വീണ്ടും വണ്ടിയിലേക്ക് എല്ലാവരും വണ്ടിയിൽ. നല്ല കിടിലൻ ഒരു വാട്ടർഫോൾസ്. പക്ഷെ അധികം മഴ പെയ്യാത്തോണ്ട് വലിയ വെള്ളമില്ല, എന്നാലും കുഴപ്പമില്ല. ഇവിടെ ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങാം. ലഞ്ച് കഴിക്കാൻ വേണ്ടി ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞ ഹോട്ടലിലെത്തി. എന്താ കഴിക്കുന്നത്? ബിരിയാണിയാണോ? ബിരിയാണി ബ്രിട്ടീഷുകാരെ പുറത്താക്കാൻ വേണ്ടിട്ട് ഇന്ത്യൻ സോൾജേഴ്സ് ഓടിച്ച വണ്ടി, അല്ലെങ്കിൽ ഇന്ത്യക്കാരെ പുറത്താക്കാൻ ബ്രിട്ടീഷുകാരെ ഓടിച്ച വണ്ടി. അതെന്തുകൊണ്ടാ പറഞ്ഞേന്നറിയോ? എടാ ക്ലച്ച് ഔട്ടിയല്ലേ വരൂടാ. വണ്ടി ഉരുണ്ടു പോകാതെ നോക്കണേ. ഇത് ഏത് ബ്രാൻഡ്? 3U. എനിക്ക് ഏതാ ബ്രാൻഡ് എന്ന് അറിയില്ല കേട്ടോ, പക്ഷെ അങ്ങ് ആകാശത്തിരിക്കുന്ന ഫീലിംഗ്. കിടിലം വണ്ടി എന്ന് പറഞ്ഞാൽ കിടിലം വണ്ടി. ഇത് പണ്ട് മിലിറ്ററിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത വണ്ടിയാണ്. അതായത് മിലിറ്ററിയിൽ ഉണ്ടായ മിലിറ്ററി വണ്ടിയാണ്. ബാക്ക് സൈഡില് മൊത്തം മീറ്ററുകൾ, കുറെ മീറ്ററുകള്, ഡിസ്ചാർജ് പ്രഷർ, സപ്ലൈ പ്രഷർ, ഡിസ്ട്രിബ്യൂഷൻ, ടാക്കോമീറ്റർ എല്ലാം ഉണ്ട്. എല്ലാം കൂടെ തിരിക്കാം. മോൾ ഓപ്പണും ആണ്. എന്തെങ്കിലും കൊണ്ടുപോകാനായിരിക്കും. മോൾ ഓപ്പൺ കൊണ്ടുപോകാനില്ല, അവിടുന്ന് വെടിവെക്കാനായി മോൾ ഓപ്പൺ. ഇത് എന്തിന്റെ പ്രഷറാന്നറിയോ? കമാൺ
ഇവിടെ കണ്ടോ, ഇവിടെ കണ്ടോ ആ സിലിണ്ടേഴ്സ്. സിലിണ്ടേഴ്സ്. ഇതിൽ ഓരോന്നിന്റെ പ്രഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവിടെ പീരഞ്ചോട് മതിയുള്ളൂ. ഇപ്പൊ നമ്മള് ലഞ്ചൊക്കെ കഴിച്ച് ഇനി നമ്മുടെ ബാക്കി സൈറ്റ് സീയിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ വണ്ടി വന്നു. ഒരു കിഡിലൻ സ്ഥലാണ്. കിഡിലൻ പൊന്മുടി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ. ദൂരെ ഒരു ബോട്ട് പോകുന്നുണ്ട്, കാണാൻ പറ്റുമോന്ന് അറിയില്ല, ഞാൻ സൂം ചെയ്യാവേ. കണ്ടോ? എവിടെ? ഓ, നല്ല റിസോർട്ട് വരുന്നുണ്ട് അല്ലേ? ഓ, അവിടുന്ന് നല്ല വ്യൂ ആയിരിക്കും. ഒരു കിടിലൻ ഹോട്ടൽ ഇവിടെ വരുന്നുണ്ട്. ആ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ ഇതായിരിക്കും. അടിപൊളിയാണ്. നമ്മള് ലഞ്ച് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോയേക്കും. ഏതാ അടുത്ത സ്ഥലം? കാച്ച്മെന്റ് ഏരിയ, പൊന്മുടി ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയ. പക്ഷെ നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോല്ലേ ഈ ഹോട്ടലിൽ നിൽക്കണം കേട്ടോ. ആ ഹോട്ടലിൽ ആ ബാൽക്കണി റൂമിന്റെ വ്യൂ ഉണ്ടോ? അടിപൊളിയാണ്. പക്ഷെ നമ്മള് സ്ഥിരമായിട്ട് ഇവിടേക്ക് മാത്രമേ വരുന്നുള്ളൂ. അല്ല, നെക്സ്റ്റ് ഫാമിലി ട്രിപ്പ് അല്ല, അല്ലാത്ത ട്രിപ്പ്. ഇതാ നമ്മുടെ ബസ് തിരിച്ചിട്ട് വന്നു. ഇവിടെ പൊന്മുടി ഡാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോ ഒരു തൂക്കുപാലമുണ്ടേ. എന്നിട്ട് തൂക്കുപാലത്തിന്റെ അടുത്ത് എത്തി എന്ന് പറയുമ്പോ ഒരു തീയുടെ എക്സ്പ്രഷൻ കാണണമായിരുന്നു. എന്തായാലും നിനക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? എന്നിട്ട് ഇപ്പൊ കണ്ട എന്ത്? ആ, പക്ഷെ നിറയെ വേസ്റ്റ് ഒക്കെ ആട്ടോ. ദിസ് ഈസ് വാട്ട് വി കോൾ ഇറ്റ് ആസ് തൂക്കുപാലം. ആ, യോയോ. ഏത് വഴി? ഇതുകൊണ്ടാ മുകളിലില്ല. ആ, അത് കണ്ടു. ഞാൻ വിചാരിച്ചു അങ്ങ് മുകളിൽ. നീ നേരത്തെ ഞാൻ പറഞ്ഞ വിശ്വസിച്ചില്ലല്ലോ. അതാണ് ഡാം. അതിന്റെ മുകളിൽ കൂടെയാണ് നമ്മൾ വണ്ടി എടുത്ത് വന്നത്. അതന്നെല്ലാം ഞാൻ പറഞ്ഞ കുറച്ചു നേരത്തെ. അപ്പൊ നീ ഒരു ചിരി ഇരിച്ചായിരുന്നു. അതാണ് ഡാം അവിടെ. ഇതിവിടെ ഭയങ്കര അടിപൊളി വ്യൂ അല്ല, ഭയങ്കര താഴ്ച. ഇതാണ്ടോ ഈ തൂക്കുപാലത്തിന്റെ മുകളിൽ നിന്ന് ആ താഴെ കണ്ടോ ബലൂൺ, അത് ഷൂട്ട് ചെയ്യണം. ജീപ്പുകളൊക്കെ ഇവിടം വരെ വരും. നമ്മൾ ട്രാവലർ നിർത്താൻ സ്ഥലം കുറച്ച് കമ്മിയായതുകൊണ്ട് ഡ്രൈവർ ചേട്ടൻ കുറച്ച് ദൂരെയാണ് നിർത്തിയേ. നമ്മളങ്ങോട്ട് കയറാൻ വേണ്ടി നടക്കുവാണ്. മഴ, അതാ മല, പുഴ, കാട്, പൊന്മുടി ഡാം. ആണോ? എടി, ഇത് കണ്ടോ, ഇവിടെ കളർ മാറിയിരിക്കുന്നുണ്ടോ? അപ്പൊ മഴക്കാലത്ത് ഇത്ര മുകളിൽ വരെ വെള്ളം വരുമായിരിക്കും. ഇവിടം വരെ അത്ര മുകളിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാച്ച്മെന്റ് നിറയാവും, മുങ്ങും. കൊള്ളാം അല്ലേ? ഒരു കാറ് വരുന്നുണ്ട് ഡാമിന്റെ മുകളിൽ കൂടെ. അതാ ഫ്രെയിമും അടിപൊളിയാ, എല്ലാ സ്ഥലവും അടിപൊളിയാ അല്ലടി. ഇവിടെ അടുത്ത് നമ്മുടെ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയിലെ സൈഡില് ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്, അടിപൊളിയാ. നോക്ക ചെറിയ കുട്ടികളും
സൂന്റെ അച്ഛന്റെ ചേട്ടന്റെ മോനുണ്ട് അനുചേട്ടൻ രാജാക്കാട് NRCTയിലെ SNVHS സ്കൂളിലെ ടീച്ചറാ. നമുക്ക് സ്കൂൾ കാണിക്കാൻ വന്നതാ. ഒരു രക്ഷയില്ല കേട്ടോ, കണ്ടോ? ഇതൊരു സ്കൂളാന്ന് നമുക്ക് ഒരു ഡൗട്ട് അടിക്കും. ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞ പോലെ സ്കൂളൊക്കെ കണ്ടിട്ട് 5 സ്റ്റാർ ഹോട്ടലാന്ന് പറഞ്ഞിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കിടില്ലനാ. അടിപൊളി കേട്ടോ, റൂഫൊക്കെ ഇട്ട്. ഇതാണ് കേട്ടോ അനുചേട്ടൻ. ഒരു ഹായ് പറയാ അനുചേട്ടാ. സ്കൂൾ അടിപൊളി അനുചേട്ടാ. ഭയങ്കര നൊസ്റ്റാൾജിയാണ്. ഇതാ ലിസ്റ്റ് ഓഫ് പ്രൊമോഷൻ, ജയിച്ച കുട്ടികളുടെ പേര്. അപ്പം നമ്മള് അനുചേട്ടന്റെ സ്കൂള് കണ്ടു. അതിനുശേഷം അവർ താമസിക്കുന്ന വീട് പുന്നസിറ്റി NRCTയുടെ തൊട്ടടുത്താണ്. അപ്പോൾ അവിടെ വീട് കാണാൻ വേണ്ടി വന്നിരിക്കുക. ഇതിൽ കൂടെ പോയാൽ മുകളിലാണ് വീട്. നമ്മളിതാ ഈ വഴിയാ വന്ന് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മള് ഹോട്ടലിലെത്തി, ചെക്ക് ഇൻ ചെയ്തു, കാഴ്ചകളെല്ലാം കണ്ട് നമ്മള് റൂമിലേക്ക് എത്തി. അതെ, നമ്മള് എന്ത് റോഡ്? അപ്പൊ നമ്മള് ഗ്യാപ്പ് റോഡിലെ ക്ലൗഡേൽ എന്ന് പറഞ്ഞ ഒരു അപ്പാർട്ട്മെന്റ് ടൈപ്പ് ഹോട്ടലിലാണ് ഉള്ളത്. കാരണം സീസൺ ആയതുകൊണ്ട് നമുക്ക് 10 റൂമും വേണം. അപ്പോൾ ചോയ്സസ് ഭയങ്കര കുറവായിരുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാൾ ടൈപ്പ് ഉണ്ട് വിത്ത് ഒരു കിച്ചൺ ക്യാബിനറ്റ് ടൈപ്പ്, പിന്നെ ഒരു റൂം. ഭയങ്കര അടിപൊളിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, ആവറേജ്. അപ്പോൾ ഇനി നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ ഡിന്നറിന്റെ വിശേഷങ്ങളും കൂടെ കാണാം. പിന്നെ സീസൺ ടൈമിൽ നല്ല കിടിലൻ റൂം കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെമ്പ് കൊടുക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റ് മൊമെന്റ് പ്ലാനിങ് ആയിരുന്നു. അതെ, അപ്പോൾ ഡിന്നർ കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് വന്നു. കുറച്ച് ഡാൻസ് നൃത്യങ്ങളുണ്ട്. അതന്നെ ഡിന്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഇൻ ഹൗസ് റെസ്റ്റോറന്റ് ഇല്ല. പക്ഷെ നമ്മള് പറഞ്ഞിട്ട് നമ്മള് നേരത്തെ എന്തൊക്കെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പറഞ്ഞ സാധനങ്ങളൊക്കെ അവര് കൊണ്ടുവന്നു വെച്ചു. നമ്മള് കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ചപ്പാത്തിയും വെജ് കറീസും ഒക്കെ ആയിരുന്നു പറഞ്ഞത്. ഗോബി മഞ്ചൂരിയൻ ഉണ്ടായിരുന്നു, പിന്നെ ദാൽ ഉണ്ടായിരുന്നു, പിന്നെ മിക്സ് വെജ് കറി ഉണ്ടായിരുന്നു. തിരക്കില്ല, കുഴപ്പമില്ലാത്ത ഫുഡ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. അവിടെ പോയി കുറച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഇപ്പൊ റൂമിൽ വന്നു. രാവിലെ എണീച്ച് വന്നുകൊണ്ട് ഭയങ്കര ടയർഡാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ഡേ വൺ കഴിഞ്ഞു. ഇനി നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ പുതിയൊരു ജോർ ബാർ എപ്പിസോഡ് ആയിട്ട് വീണ്ടും വരാം. പുതിയ ജോർ ബാർ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് Day 2 ഓഫ് അവർ ട്രിപ്പാണ്. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.